താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. LDF സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ച് അങ്കമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ കാലടി മറ്റൂരിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മുൻ MLA ബാബു പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ബിന്ദു ബാബു, CPIM പള്ളിയങ്ങാടി ബ്രാഞ്ചിന് വേണ്ടി സഖാവ് PH ചന്ദ്രൻ, KSKTU ഏരിയ വനിതാ സബ് കമ്മിറ്റിക്ക് വേണ്ടി ലതാ വിജയൻ, CITU മറ്റു ചുമതലയുള്ള യൂണിയന് വേണ്ടി സഖാവ് KV യോഹന്നാൻ, DYFI കാലടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് KS സുബേഷ്, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ മറ്റൂർ യൂണിറ്റിന് വേണ്ടി സഖാവ് റെന്നി എലിയാസ്. LDF സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് അങ്കമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ കാലടി മറ്റൂരിൽ സമാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ ആര് തയ്യാറായിട്ടുണ്ട്? സംവദിക്കാൻ തയ്യാറുണ്ടോ? ഈ കേരളത്തിലെ ജനതയും UDFന്റെ ആളുകളും ഉൾപ്പെടെ സംവദിക്കുവാൻ തയ്യാറുണ്ടോ? അത് മാത്രമാണോ? പശ്ചാത്തല വികസന മേഖലയിൽ ഉൾപ്പെടെ UDFന്റെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപേക്ഷിക്കപ്പെട്ട അനവധിയായ പദ്ധതികൾ, ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഫയലുകൾ കെട്ടിപ്പൂട്ടി അലമാരയിൽ വെച്ച് പൂട്ടിയ അനവധിയായ പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവല്ലോ. ആ അലമാരി തുറന്നത് 2016-ൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി LDFന്റെ ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷമാണ്. ആ അലമാരികൾ തുറന്ന് ആ ഫയലുകൾ എല്ലാം പുറത്തെടുത്ത്, ചെതലരിച്ചു തുടങ്ങിയ ഫയലുകൾ പുറത്തെടുത്ത് അത് തുറന്ന് തട്ടി പൊടിയെല്ലാം മാറ്റി തുറന്നു നോക്കിയപ്പോൾ കാണുന്നു അവർ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ഫയലുകൾ. ആ ഫയലുകൾ ഒന്ന് നമ്മളെ സംബന്ധിച്ച് നാഷണൽ ഹൈവേയുടെ വികസനം. ആ നാഷണൽ ഹൈവേയുടെ വികസനം ഉമ്മൻചാണ്ടി ക്ലോസ് ചെയ്ത ഫയലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതിന് പുറത്ത് ആ ഫയൽ കേന്ദ്രത്തിലും ക്ലോസ് ചെയ്തു. എന്തായിരുന്നു കാരണം? 45 മീറ്റർ വീതിയിൽ മഞ്ചേശ്വരം മുതൽ കളയിക്കവല വരെയുള്ള സ്ഥലത്ത് ആ സ്ഥലം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നുള്ള തരത്തിലല്ലേ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടിരുന്നത്. വലിയ പ്രതിഷേധം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഉൾപ്പെടെ ഈ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് പ്രദേശങ്ങളിൽ അത്തരം പ്രക്ഷോഭങ്ങൾ വന്നപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് ഈ ഫയൽ അടച്ചു വയ്ക്കുക. മൂവാറ്റുപുഴ മുൻ MLA ബാബു പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെബാസ്റ്റ്യൻ കന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ബെന്നി മുനേലി, മണ്ഡലം കൺവീനർ KK ഷിബു, ഏരിയ സെക്രട്ടറി KP രജേഷ്, K തുളസി, അഡ്വക്കേറ്റ് ജോസ് തെറ്റിയിൽ, മാർട്ടിൻ മുണ്ടാടൻ, ജോസഫ് ചെറിയത്ത്, അഡ്വക്കേറ്റ് MV പ്രദീപ്, ബേബി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ആ മുന്നോട്ട് പോകുമ്പോഴും ഈ കേരളത്തിനകത്ത് INUC തൊഴിലാളി വർഗം ആകെ ഒന്നിച്ചു ചേരുന്ന പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടന്നു വരാൻ സന്നദ്ധമാകുന്നില്ല. എന്താണ് അവരതിന് കാരണമായി പറയുന്നത്? അവർ കാരണമായി പറയുന്നത് ഈ INUC, CITU, AITC എല്ലാം ഒരുമിച്ച് വേദി പങ്കിട്ടാൽ അവരോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമായി പോകുമെന്നുള്ള ഭയമാണ് അവര് അത്തരത്തിൽ തൊഴിലാളി സംഘടനയെ കടത്തിവിടുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കാതെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ വരികളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചിന്തകൾ മുന്നോട്ട് പോകുകയാണ്. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചില ചാടിയൊളിച്ചു, വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിൽ ഉള്ളിൽ പല പല കുഴിയുണ്ടാക്കി കൊണ്ടന്മാർ ചില അവിടെ ഒളിച്ചു എന്ന് പറയുന്ന ചൊല്ല പോലെ ഈ കേരളത്തിനകത്തെ കോൺഗ്രസ് വലതുപക്ഷ രാഷ്ട്രീയം തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നിലയിലേക്ക് തൊഴിലാളികളുടെ കൂട്ടായ്മ രാജ്യത്തിനകത്ത് ശക്തിപ്പെടുമ്പോ ആ കൂട്ടായ്മയിലേക്ക് INUCയെ പറഞ്ഞു വിടാതെ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ പണിമുടക്ക് രാജ്യത്തിനകത്ത് തൊഴിലാളി വർഗം നേടിയെടുത്ത 29 തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം ഇല്ലാതാക്കുന്ന നില സ്വീകരിക്കുന്നതിനുമായ അശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളും ജനാധിപത്യ വിശ്വാസികളും പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് CPIMന്റെ
എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KS അരുൺകുമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പര്യടനം ആരംഭിച്ച ജാഥ ഈ മണ്ഡലത്തിലെ ഒരു നഗരസഭയും 8 ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കടന്നുവന്നോ ഇന്ന് കാലടി പഞ്ചായത്തിനകത്ത് ഈ മറ്റൂരിൽ സമാപനം കുറിക്കുകയാണ്. മലയാറ്റൂർ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് കാലടി പഞ്ചായത്തിലെ മാണിക്യമംഗലത്ത് നിന്ന് ജാഥ ആരംഭിച്ചത്. ബൈപ്പാസിന് ഇത്രയും തുക അനുവദിക്കുന്നതിന് വേണ്ടി ഇടപെട്ട MLAക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റൂരും കാലടിയിലും അങ്കമാലിയിലും നമ്മുടെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളും ബോർഡ് വച്ച MLA അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പണി ചെയ്തോ? എത്രയെത്ര ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞു? നമുക്കൊരു MP ഉണ്ടല്ലോ. ഇതിനു മുമ്പ് ഇന്നസെന്റ് എന്ന് പറയുന്ന MP ഉണ്ടായിരുന്നപ്പോൾ ഈ നമ്മുടെ മണ്ഡലത്തിന് എത്രയെത്ര ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടു? ലോലിപ്പനപ്പാലൻ MP ഉണ്ടായിരുന്നപ്പോൾ എത്രയെത്ര ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടു? എന്തേ ഇപ്പോൾ MP-യും MLA-യും കോൺഗ്രസിനുണ്ടല്ലോ. എന്ത് ഫണ്ടാണ് അങ്കമാലിക്ക് അനുവദിക്കപ്പെടുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞങ്ങൾ പറയുന്നു, ഈ അങ്കമാലിക്ക് ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനൊപ്പം അങ്കമാലിക്ക് ഒരു MLA ഇടതുപക്ഷത്തിൻ്റെതായി ഉണ്ടാകണം. നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉയർത്തിയതുപോലെ അങ്കമാലിയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു MLA ഉണ്ടാകണം. ഒപ്പം നിൽക്കുന്നു എന്നതിന്റെ ശക്തി തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ ജാഥയെ, മണ്ഡലം ജാഥയെ എപ്രകാരം നിങ്ങൾ സ്വീകരിച്ചുവോ അതിനേക്കാൾ ഒരു മടങ്ങ് കൂടി വൻപിച്ച ജനാവലിയോടുകൂടി ആ ജാഥയെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 13-ാം തീയതി രാവിലെയാണ് ജാഥ എത്തിച്ചേരുന്നത്. നമ്മുടെ പരിപാടികളെല്ലാം ഉച്ചയോടുകൂടി അവസാനിപ്പിക്കും. ഉച്ചയോടുകൂടി ജാഥയെ നമ്മൾ ആലുവയിലെത്തിക്കേണ്ടതുണ്ട്. ഇരുചക്ര വാഹനങ്ങളുമായി വരാൻ കഴിയുന്ന എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന്